ഞാനിന്ന് കുറച്ച് എണ്ണ കാച്ചാൻ പോവാം കേട്ടോ, തലയിൽ വെക്കുന്നത്. അപ്പോൾ അതിന് കുറേ സസ്യത്തിൻ്റെ ഔഷധങ്ങളുടെ ഇലകൾ ഉപയോഗിച്ച് എണ്ണ കാച്ചുന്നത്. അതെല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാണ്. ഇത് പനിക്കൂർക്കയുടെ ഇല, തലവേര, മൈലാഞ്ചി, മുക്കൂറ്റി, മുരിങ്ങ, കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചധികം എടുത്തുകൊണ്ട് വന്നുള്ളൂ. ഇത് മുരിങ്ങയുടെ ഒരു ഇല, പിന്നെ ഇത് പേരയുടെ ഇല, വെറ്റില, തുളസി ഇല, ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിയുടെ പൂവ് ഇടും കേട്ടോ. ചെമ്പരത്തിയുടെ ഇത് കുറച്ച് കൂടുതൽ വേണം, ഞാനിപ്പോൾ കുറച്ച് കാണിക്കുന്നു. പിന്നെ ഇനി കുറച്ചുകൂടെ പറിച്ചെടുക്കാനുണ്ട്. ഇനി കയ്യൂഞ്ഞ്, നീലിയമരി നമ്മൾ ഉണങ്ങിയ ഇലയാണ് കേട്ടോ. ഇലയുടെ ഉണങ്ങിയ ഇലയാണ്. അതെന്നാന്നോ, നമ്മൾക്ക് അതിവിടെ ഉണ്ടായിരുന്നപ്പോൾ നേരത്തെ നമ്മൾ പറിച്ച് ഉണങ്ങി വെച്ചു. ഇപ്പോൾ പറിക്കാൻ പച്ച അതെപ്പോഴും നിന്ന് കിട്ടത്തില്ല, അതുകൊണ്ടാണേ. പിന്നെ എന്നാ പൂവാങ്കുറുന്നില, അങ്ങനെ കുറേ മരുന്നുകളുണ്ട് കേട്ടോ, ഇടാട്ടോ. പിന്നെ മുയൽ ചെവിയൻ, പിന്നെ നമ്മുടെ കിഴാർനെല്ലി, പിന്നെ എന്താ എല്ലാം ഇങ്ങനെ ഒരു 10-28 കൂട്ടം മരുന്ന് ഇട്ടാണ് എണ്ണ കാച്ചുന്നത്. എല്ലാം തന്നെ നമ്മുടെ പറമ്പിലുണ്ട്. നമ്മളിത് 2 വർഷങ്ങളായിട്ട് നമ്മളിത് സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ തലയിൽ ചെറുതായിട്ടുള്ള ഈ ചരങ്ങ് പോലെയൊക്കെ ഇല്ലേ, കുഞ്ഞായിട്ടുണ്ടാകുന്നത്, അത് തലയിലെ താരന്, പിന്നെ മുടി പൊഴിച്ചിൽ, ഇതിനൊക്കെ നല്ലതാണേ. അപ്പോൾ ഞാനിത് നമുക്കിവിടെ എണ്ണ ഉള്ളത് കൊണ്ട്, തേങ്ങ ഉള്ളതുകൊണ്ട് ആട്ടുന്ന എണ്ണ തന്നെ എടുത്താണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അത്യാവശ്യക്കാർക്ക് കൊടുക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ തരാം കേട്ടോ. ഞാനിത് ഉണ്ടാക്കുന്നത് കാണിക്കാം, ഉണ്ടാക്കി കഴിഞ്ഞും കാണിക്കാം. നേരത്തെ എൻ്റെ മുടിക്ക് ഭയങ്കര പൊഴിച്ചിലായിരുന്നേ. അന്നേരം ഈ സാധനമൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും എനിക്കത് കാച്ചാനോ തേക്കാനോ ഒന്നുമുള്ളൊരു സാഹചര്യവും സന്ദർഭമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുടിയിട്ട് നോക്കിയിട്ടുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് മുടിക്കൊരു പരിചരണം കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഭയങ്കര മുടി പൊഴിച്ചിലായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ ഇതിങ്ങനെ കാച്ചി തേക്കാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ മുടി പൊഴിച്ചിൽ കംപ്ലീറ്റ് നിന്നു. പിന്നെ ഞാൻ മുടിയൊന്നും ശ്രദ്ധിക്കാണ്ടിരുന്നുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ പോലും സമയം കിട്ടാറില്ലായിരുന്നേ. അപ്പോൾ നമ്മളിങ്ങനെ കുളിക്കുന്നു, മുടി കോന്തി ഇടുന്നു, അങ്ങനെ. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ എണ്ണ തേക്കാൻ തുടങ്ങിയ പിന്നെ എൻ്റെ മുടി പൊഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് നിന്നു കേട്ടോ. പിന്നെ എൻ്റെ പിള്ളേർക്കും നന്നായിട്ട് മുടി പൊഴിയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവരും ഇവിടുത്തെ എല്ലാവരും ഈ എണ്ണ തന്നെ ഉപയോഗിക്കുന്നത്. പിള്ളേരുടെയൊക്കെ മുടി പൊഴിച്ചിൽ മാറി, അവരുടെ പൊഴിച്ചിലും മാറി. താരനുണ്ടല്ലോ, ഭയങ്കര താരൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഡെയിലി ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ കുറേശ്ശെ തേച്ചാൽ മതി. ഒരാഴ്ച 2 തേച്ചാലും മതി. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. ഇതെല്ലാം മൈലാഞ്ചിയുടെ എല്ലാം നമ്മൾ ഓരോ പിടുത്തം എടുക്കുന്നതിന് അളവുണ്ട് കേട്ടോ. എണ്ണയുടെ അനുസരിച്ച് നമ്മൾ ഇല എടുക്കുന്നതിനും അളവുണ്ട്. ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഉള്ളിയാണ്. കൂടുതൽ വേണ്ടത് ചുമന്നുള്ളിയാണ്. പിന്നെ അതിനകത്ത് കുറച്ച് എള്ള്, കരിഞ്ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൂടെ ചേർക്കും കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളൂടെ ഉണ്ട് ചേർക്കാൻ. ഇപ്പം ഞാൻ കുറച്ച് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ എണ്ണ നേരത്തെ ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തിലൊക്കെ കാച്ചി സ്റ്റോക്ക് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, ഈ പല മരുന്നുകളും വേനലാകുമ്പോഴേക്കും നശിച്ചു പോണതുണ്ട്. പിന്നെ അത് മഴക്കാലം ആകുമ്പോൾ ഉണ്ടാകത്തുള്ളൂ. ഈ മുക്കൂറ്റി പോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് അത് ഇല്ലാണ്ടാകുവേ. അപ്പോൾ നമ്മൾ ജനുവരിയൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ എണ്ണ ഉണ്ടാക്കി വെക്കും. ഇന്നിപ്പോൾ ഞാൻ അത്യാവശ്യം നമുക്ക് തേക്കാനുള്ള കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് എണ്ണ കാച്ചുക കേട്ടോ. പെട്ടെന്ന് കാച്ചിയെടുക്കാൻ വേണ്ടി ഒരു കുറച്ച് ഇലയെല്ലാം കൂടെ പറിച്ച് കൊണ്ടുവന്ന് കാച്ചുക. വലുതായിട്ട് കാച്ചുന്നുണ്ട്. ഇത് കുറച്ച് എണ്ണ കാച്ചാനുള്ള പരിപാടികളാണ്. ഇല്ലാത്ത ഇലയൊന്നും ഇല്ല കേട്ടോ. സർവ്വ ഇലയും ഗുണമുള്ളതാണ്. അവർ മാറി കണ്ണിൻ്റെ ഒരു പുകച്ചിൽ, തലയ്ക്കാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നേ. എപ്പോഴും എൻ്റെ തലയ്ക്ക് ചൂടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ മാറി. നമ്മുടെ പച്ചമരുന്നെല്ലാം കൂടെ അരച്ചിട്ട് ഞാൻ എണ്ണയ്ക്കകത്തേക്ക് ഇട്ടു കേട്ടോ, എണ്ണ കാച്ചാൻ വേണ്ടി. കണ്ടോ,
കാച്ചി. ഇനിയിപ്പം ഇതിൻ്റെ പരുവാകണം. ഇതൊന്നും ആയിട്ടില്ല, ഇട്ടിട്ട് കുറച്ച് നേരമല്ലോ, ഒരു 2-3-4-5 മിനിറ്റ് ആയുള്ളേ. എന്നിട്ട് ഇതിന് ഇളക്കി നമുക്ക് ഇതിൻ്റെ മൂപ്പ് പാകമാകുമ്പോൾ ആകണം. തീ കൂട്ടിയിട്ട് എണ്ണ കാച്ചാൻ പറ്റില്ല കേട്ടോ. തീ കൂട്ടിയിട്ട് കാച്ചുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടത്തില്ല. പിന്നെ നമ്മളെടുക്കുന്ന വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം. കനച്ചതോ ഒന്നും, നമ്മൾ ആട്ടിച്ചതാണേലും ചിലപ്പോൾ കനച്ച തേങ്ങയൊക്കെ, അങ്ങനെ കനച്ച എണ്ണയൊക്കെയാണ് കൊള്ളത്തില്ല കേട്ടോ. എണ്ണ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടത്തില്ല. പിന്നെ ഇത് കാച്ചി കഴിഞ്ഞിട്ട് 1-2 കൂട്ടം മരുന്നുകൂടി ഇതിനകത്ത് നമ്മൾ ചേർക്കണം. പിന്നെ കുറച്ച് ആയുർവേദത്തിൽ നിന്ന് മേടിച്ച മരുന്നുകളുടെ പൊടിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാച്ചുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇളക്കി നമ്മുടെ എണ്ണയുടെ മൂപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ സമയം ഇളക്കണം കണ്ടോ. ഇതിപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. നന്നായിട്ട് ഇത് പൊടിയും. ഇത് ചൂട് കാരണം കണ്ടോ ഈ പരുവാകണം. ഇതിലും കൂടുതൽ മൂത്ത് പോയാൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോകരുത്. മൂപ്പ് കുറവായിരിക്കരുത്. മൂപ്പ് കുറവായാൽ എണ്ണ കേടായി പോവേ. ഇതിനി ആറിയിട്ട് വേണം നമുക്ക് അരിച്ചെടുക്കാൻ. അരിച്ചെടുത്തിട്ട് നമുക്ക് 1-2 കൂട്ടം മരുന്നൂടെ ചേർക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി പറ്റത്തില്ലല്ലോ. അന്നേരം നമ്മൾ ഓട്ടുരുളിയിൽ കാച്ചുന്നു കേട്ടോ. ഇല്ലാതിലൊക്കെ കാച്ചും, പക്ഷെ ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി കാച്ചുന്നതാണ്. പിന്നെ കൂടുതൽ കാച്ചുമ്പോൾ ഇത് കണ്ടോ. ഇതിന് ഈ പരുവായി കഴിയുമ്പോൾ ഇത് നമ്മൾ അരിച്ച് പിഴിഞ്ഞ് ഇത് നമ്മളൊരു ഈ കറക്ക നന്നായിട്ടാണ് ഫ്രൈ പോലെ ആയിട്ടുണ്ട്. ഇത് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ ആകണം. നമ്മളിതിന് ഇപ്പോൾ തുണിക്കകത്തേക്ക് ഒഴിച്ചിട്ട് അരിക്കുന്നത്, എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. ഇതാണ് അതിൻ്റെ മൂപ്പ്. നമ്മളുടെ എണ്ണ അങ്ങനെ റെഡിയായി കേട്ടോ. നമ്മൾ എണ്ണ കാച്ചൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മളുടെ എണ്ണയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മൾ 1.5 ലിറ്ററിൻ്റെ എണ്ണ കാച്ചിയുള്ളൂ വീട്ടിൽ. ഇത് ഇത്രയുണ്ട് ഈ കുപ്പിയിൽ. പിന്നെ ഞാൻ 2 കുപ്പിയിൽ 2 പേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്, അത് കുപ്പിയിൽ നിറയ്ക്കുകയും ചെയ്തേ. ബാലൻസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം എണ്ണ കാച്ചി വരുമ്പോൾ പറ്റും കേട്ടോ. ബാലൻസ് കിട്ടിയതാണ്. ഇത്രയും.